ഇന്നലെ റിലീസായ തമിഴ് ചിത്രം ക്യാപ്റ്റൻ മില്ലർ അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ആ സിനിമയുടെ വീഡിയോ റിവ്യൂ ആണ് ഇത്. ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും, അതിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ മില്ലർ. കഴിഞ്ഞ വർഷം ഡിസംബർ 15 റിലീസാവേണ്ടതാണ്, പക്ഷേ റിലീസ് പോസ്റ്റ്പോണ്ടായി. ഇന്നലെ പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിൽ റിലീസായി ക്യാപ്റ്റൻ മില്ലർ. ധനുഷും അരുൺ മാതേശ്വരൻ്റെ രണ്ട് സിനിമകൾ ഇതിനു മുമ്പ് OTT-യിലാണ് ഞാൻ കണ്ടത്, റോക്കിയും സാനി കായിതും. ഈ രണ്ട് സിനിമകളിലും നല്ല രീതിയിൽ വയലൻസ് നിറഞ്ഞു നിൽപ്പുണ്ട്. OTT കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രഷൻ കിട്ടിയ സിനിമയായിരുന്നു. അപ്പോൾ അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ഒരു സിനിമ ആദ്യമായിട്ട് തിയേറ്റർ റിലീസിന് കിട്ടിയിരിക്കുകയാണ്. അതൊരു ബിഗ് ക്യാൻവാസിലുള്ള ഒരു സിനിമയായിരുന്നു ക്യാപ്റ്റൻ മില്ലർ. ഈസ അല്ലെങ്കിൽ ക്യാപ്റ്റൻ മില്ലർ ധനുഷ് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഒരു ജേണിയാണ് സിനിമ കാണിക്കുന്നത്. റോക്കിയും സാനി കായിതൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അരുൺ മാതേശ്വരൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ. അതുപോലെ തന്നെ ഈ സിനിമയിലും അതേ രീതി പിന്തുടർന്നിട്ടുണ്ട്. അതായത് സിനിമയുടെ കഥ പറഞ്ഞു പോയിരിക്കുന്നത് പല ചാപ്റ്റേഴ്സിലായിട്ടാണ്. ഏറെക്കുറെ ഒരു 5ഓളം ചാപ്റ്റേഴ്സ് വഴിയാണ് ഈ സിനിമയിൽ കഥ പറഞ്ഞിരിക്കുന്നത്. ഫ്ലാഷ് ബാക്കും എല്ലാം ഉണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെയുള്ള പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇറയിലാണ് ഈ സിനിമയിലെ കഥ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജാതി വിവേചനങ്ങൾ, അല്ലെങ്കിൽ കോവിലിനകത്ത് ഈ ആൾക്കാരെ കയറാൻ സമ്മതിക്കാത്തത്, ഇപ്പോൾ രാജാവ് ഭരിച്ചിരുന്നാലും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നാലും ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ പറയുന്നുണ്ട്. മില്ലറിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈസ മില്ലർ ആവുന്നത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം സിനിമ പറയുന്നുണ്ട്. ഈസ ഇത് പറയുന്ന ധനുഷിൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് റെസ്പെക്റ്റ്, ബഹുമാനം അല്ലെങ്കിൽ ഒരു തുല്യത വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൽ പോയി ചേരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴോ സ്വന്തം നാട്ടുകാരെ തന്നെ ബ്രിട്ടീഷിൻ്റെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് കൊല്ലേണ്ടി വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഈസയ്ക്ക് മനസ്സിൻ്റെ താളം തെറ്റുന്നുണ്ട്. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഈസ ദ്രോഹിയാണ്, ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കള്ളനാണ്. അവിടെ നിന്നാണ് ഈസയുടെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നല്ല രസമായിട്ട് അരുൺ മാതേശ്വരൻ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര രസമാണ്. ചിലർക്കത് ലാഗായിട്ടൊക്കെ തോന്നും. ലാഗുണ്ട് സിനിമയിൽ, കാരണം അങ്ങനെയാണ് അരുൺ മാതേശ്വരൻ്റെ ഒരു സ്റ്റോറി ബിൽഡിങ്. അപ്പോൾ ഇതിലും ഇഷ്ടംപോലെ കഥാപാത്രമുണ്ട്. ധനുഷിനെ കൂടാതെ പ്രിയങ്കയുണ്ട്, ശിവണ്ണയുണ്ട്, സന്ദീപ് കിഷനുണ്ട്, അങ്ങനെ ജോൺ കൊക്കെയിനുണ്ട്, കുറേ കഥാപാത്രങ്ങളുണ്ട്, ജയപ്രകാശുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല റോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ശിവരാജ് കുമാർ, ശിവണ്ണ ധനുഷിൻ്റെ ചേട്ടനായിട്ടുള്ളൊരു കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സന്ദീപ് കിഷൻ ധനുഷിൻ്റെ കൂട്ടുകാരൻ, കൂടെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഫ്ലാഷ് ബാക്കിൽ കൂടിയും ഈ ഈസ മില്ലർ പോയ ആ ഒരു ജീവിതത്തിൽ കടന്നുപോയ പല സിറ്റുവേഷനും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇൻ്റർവൽ ബ്ലോക്കൊക്കെ ഒരു റോബറിയാണ് കാണിച്ചിരിക്കുന്ന ഒരു ഷൂട്ട് ഔട്ട് സീന്. അതൊക്കെ ബിഗ് ക്യാൻവാസിൽ തന്നെ അരുൺ മാതേശ്വരൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോളം ഉള്ള ഒരു സീക്വൻസാണ്. ആ സീക്വൻസിൽ കുറേ ഗൂസ്ബമ്പായിട്ടുള്ള സാധനവും അരുൺ മാതേശ്വരൻ ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ധനുഷിൻ്റെ കർണൻ, ആടുകളം, പൊല്ലാത്തവൻ, കുറേ കിടിലൻ പടങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മില്ലറും ചേർത്ത് വയ്ക്കാം. കാരണം കുറേ രീതിയിൽ ഈ ഒരു കഥാപാത്രം കടന്നു പോകുന്നുണ്ട്, കുറേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ധനുഷിൻ്റെ ഒരു ഇൻട്രോ കാണിക്കുന്നുണ്ട്. അവിടെയൊന്നും പാട്ടൊന്നുമില്ല, ഒരു BGM ആണ്, ഒരു വല്ലാത്ത ടോൺ ഇട്ടിട്ടുണ്ട് ജി വി പ്രകാശ് കുമാറിൻ്റെ ഒരു മികച്ചൊരു BGM വർക്ക്, RR വർക്ക് ഈ സിനിമയിലുണ്ട്. പല സ്ഥലത്തും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ അത് തരുന്ന നമുക്കൊരു മൂഡുണ്ട്, അത് സൂപ്പറാണ്. ഞാൻ ഇന്നലെ ഏരിയസ് ഫ്ലെക്സ് ഓടി മണ്ണിലാണ് ഈ സിനിമ കാണുന്നത്. ആ ഒരു വലിയ സ്ക്രീനിൽ ഈ ഒരു അരുൺ മാതേശ്വരൻ്റെ ലാർജ് സ്കെയിൽ മേക്കിങ്, ധനുഷിൻ്റെ പെർഫോമൻസ്, ജിവിയുടെ ആ ഒരു മ്യൂസിക് ബ്ലെൻഡ്നെസ് എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഞാൻ സത്യം പറയാലോ, ഔട്ട് ആൻഡ് ഔട്ട് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് കണ്ടത്. എന്നാൽ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറൊക്കെ അതേപോലെ തന്നെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ്, ഞാൻ എന്താണോ വിചാരിച്ചത് ആ ഒരു സാധനം ഈ സിനിമയിൽ കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒരു ഇൻറ്റൻസ് ഹാർഡ് ഹിറ്റിംഗ് ഡ്രാമയാണ്. പിന്നെ ഒറ്റ പരാതിയുള്ളൂ, സിനിമയിൽ വയലൻസ് കുറേ കൂടി കിട്ടുമായിരുന്നു. ഏകദേശം 4 മിനിറ്റോളം സെൻസർ ബോർഡ് കാരണം കത്തിക വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമയ്ക്ക്. അതൊരു കുറവായിട്ട് തോന്നി. അല്ലെങ്കിൽ കുറേ കൂടി അരുൺ മാതേശ്വരൻ്റെ ഹാർഡ് ഹിറ്റിംഗ് വയലൻസ്, ബ്ലഡ് ഷെഡൊക്കെ കാണാൻ പറ്റും. സ്റ്റിൽ ബ്ലഡ് ഷെഡ് ഉണ്ട്, ഒരുപാട് വെടിവയ്പ്പുണ്ട്, തോക്കുകൾ വെച്ചിട്ടുള്ള കുറേ കളികൾ സിനിമയിലുണ്ട്. ഭയങ്കര വെടിവയ്പ്പ്, ഷൂട്ടൗട്ടൊക്കെയാണ്. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലാർജ് സ്കെയിൽ സാധനം ചെയ്തിരിക്കുന്നത് അരുൺ മാതേശ്വരൻ ചെയ്തിരിക്കുന്നതിന് വളരെ മികച്ചൊരു കയ്യടി കൊടുക്കാം. സത്യം ഈ സിനിമ ഒരു 3 പാർട്ട് സിനിമ എന്നാണ് അരുൺ മാതേശ്വരൻ ഇൻ്റർവ്യൂ പറഞ്ഞത്. ഇപ്പോൾ നടന്ന കഥ ഇടയ്ക്കുള്ളതാണ്. ഇനി ഇതിനൊരു പ്രീക്വലും സീക്വലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കഥ തന്നെയാണ് ഈ സിനിമ. കാരണം മില്ലറിന് മാത്രമല്ല ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ നല്ല ഇനിയും കഥകൾ ഉണ്ടാകാം. അങ്ങനെ ഒരു സംഭവമൊക്കെ ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൽ നായികയായിട്ടുള്ള പ്രിയങ്ക, ഡോക്ടറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ക്യൂട്ട് പ്രിയങ്ക. പക്ഷേ ആ ക്യൂട്ട് പ്രിയങ്കയ്ക്കും ഇതിൽ തോക്കൊക്കെ കൊടുത്ത് വളരെ ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രം കൊടുത്തിട്ടുണ്ട്. സ്ത്രീ ശക്തിക്ക് വളരെയധികം പ്രാധാന്യം സിനിമയിലുണ്ട്. ആ കാലത്ത് തന്നെ സ്ത്രീ ശക്തിക്കുള്ള പല ഡയലോഗൊക്കെ ഈ സിനിമയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. സിനിമയിൽ സംസാരിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആണ്. ഇന്നത്തെ കാലത്തും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വെറും പൊളിറ്റിക്സ് മാത്രമല്ലാതെ മികച്ചൊരു സിനിമ, നല്ലൊരു സിനിമ ക്യാപ്റ്റൻ മില്ലർ നമുക്ക് തരുന്നുണ്ട്. സിനിമയെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, സീരിയസ് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ഇന്ത്യൻ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അരുൺ മാതേശ്വരൻ്റെ ഇതിനു മുമ്പുള്ള 2 സിനിമകളും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ മില്ലർ തിയേറ്ററിൽ പോയി കാണാം. ബിഗ് സ്ക്രീനിൽ ആ ഒരു ടെക്നിക്കൽ ജി വി പ്രകാശിൻ്റെ BGM, സൗണ്ട് എഫക്ട്സ്, ആ പെർഫോമൻസ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു ബ്ലെൻഡ്നെസ് ഇല്ലേ, ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു അനുഭവം, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാപ്റ്റൻ മില്ലർ തിയേറ്ററിൽ പോയി കണ്ടാൽ കിട്ടും. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മാസ് മസാല ആക്ഷൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. അരുൺ മാതേശ്വരൻ സിനിമ എന്നാൽ എന്ത്, ധനുഷ് ആസ് എ പെർഫോമർ എന്ത് ചെയ്യും, ജി വി പ്രകാശിൻ്റെ ഒരു ക്ലാസിക് BGM എങ്ങനെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ക്ലൈമാക്സിലൊക്കെ ഗൂസ്ബംപ് സാധനമൊക്കെ ഉണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ശിവണ്ണയ്ക്കൊക്കെ ആയാലും ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ്. സന്ദീപ് കിഷൻ ആയാലും അങ്ങനത്തെ റോളാണ്.
പക്ഷേ ഒരു സർട്ടൻ മൊമെൻറ്റിൽ ചില രോമാഞ്ചടിപ്പിക്കുന്ന സീനൊക്കെ അരുൺ മാതീശ്വരൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ മില്ലറിൻ്റെ കഥ തുടരും, അങ്ങനെയാണ് സിനിമയുടെ അവസാനമൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു സിനിമയെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ആ സിനിമ ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിച്ച് വയ്ക്കുമല്ലോ. അതിൽ ഞാൻ ചിന്തിച്ച് വെച്ചാൽ എനിക്ക് 100% തൃപ്തിയേകിയ സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. ഇന്നലെ ഏറെക്കുറെ ഒരു 5ഓളം സിനിമകൾ ഞാൻ തിയേറ്ററിൽ കണ്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ക്യാപ്റ്റൻ മില്ലറാണ്. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീസ്റ്റർ ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു സിനിമയുടെ വീഡിയോ റിവ്യൂ ആയിട്ട് പിന്നീട് കാണാം.